തൊടാൻ പറ്റൂല കേട്ടോ. വേറെ എന്തിനു പറയാൻ? സഞ്ജു സാംസൺ എന്ന് പറയുമ്പോ അത് വേറെ ഒരു പേര് മാത്രമല്ല, നമ്മളെ വികാരമാണ് അത്. അതില്ലാതെ സഞ്ജു സാംസൺ എങ്ങനെ ഇരുന്നെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അന്ന് എങ്ങനെ കിടന്ന് ഞങ്ങൾ എങ്ങനെയാണ് ഇവര് കണ്ടത്, എങ്ങനെയാണ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർക്കറിയാം. പക്ഷെ അതിനെല്ലാം അവരെ ചവിട്ടി മാറി കടന്ന് ഇപ്പൊ ഈ ലെവലിൽ ഇരിക്കണമെങ്കിൽ ആ ചേട്ടന്റെ ഇതാണ് പ്രയത്നം മാത്രമേ ഉള്ളൂ. അവരെല്ലാവരും മറുപടിയും തിരിച്ചൊരു അടി മാത്രമാണ്. ഇത് മാത്രമല്ല, ഇപ്പൊ ഞങ്ങളെ ഈ തലമുറയിൽ ഞങ്ങളെ ചേട്ടൻ കളിക്കുകയാണ്. ഞങ്ങളിന് കുറച്ചും കൂടെ വളർന്നു കളയുമ്പോൾ എങ്ങനത്തെ ലെവലിൽ നിൽക്കുന്ന പറഞ്ഞാൽ ഞങ്ങൾക്കറിയാം. ഏഴ് ബഹിരാകാശം ഒരുമിച്ച് ചേർന്നാലും സഞ്ജു സാംസൺ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കളി മാത്രമല്ല, ഇന്ന് ന്യൂസിലാൻഡ് ഇപ്പൊ ഈ ചരിത്രത്തിൽ ന്യൂസിലാൻഡ് ഈ കളിയിൽ ഇങ്ങനത്തെ ഒരു കളി ന്യൂസിലാൻഡ് വന്നിട്ടില്ല. സഞ്ജു സാംസൺ 3 കളി ഫോമായിരുന്നു. 3 കളി സഞ്ജു സാംസൺ ഫോമായിരുന്നു. പക്ഷെ സെഞ്ചുറി അടിക്കാൻ പറ്റില്ല. ആ ഒരു വിഷം മാത്രം. പക്ഷെ ഞങ്ങൾ വിചാരിച്ച് 50 എത്തിയപ്പോൾ വിചാരിച്ചു, പിന്നെ 60 എത്തിയപ്പോൾ വിചാരിച്ചു സെഞ്ചുറി അടിക്കുന്നു. പക്ഷെ അടിച്ചില്ല. ആ ഒരു വിഷം മാത്രമേ ഉള്ളൂ. സെഞ്ചുറിയും കൂടെ അടിച്ചെങ്കിൽ ഇന്ന് വരെ മടക്കി ഞങ്ങൾ കൊണ്ടുപോയി. എത്രയേ ഉള്ളൂ. എല്ലാ ടീമിന്റെ പേടി സ്വപ്നമാണ് ഇന്ത്യ. ഇപ്പം ഓൾ ഇന്ത്യയിൽ ഇതുവരെയ്ക്കും ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ആർക്കറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഒരു വ്യക്തിയുടെ പേര് മാത്രമേ ഉള്ളൂ. ICC ക്രിക്കറ്റ് വേൾഡിൽ ഇപ്പൊ ഒരൊറ്റ സഞ്ജു സാംസൺ, അത് മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും അവർക്കില്ല. ഞങ്ങൾക്ക് ഒറ്റ ഒരു അഭിമാനം മാത്രമേ ഉള്ളൂ. സഞ്ജു സാംസൺ ഞങ്ങൾ ഇവിടെ ഒന്ന് മനസ്സിലായി. ഞങ്ങളെന്നും ഒരു വലിയൊരു നിലയിലെത്തിയത് ഞങ്ങളൊരു ചേട്ടൻ, ഞങ്ങളെ ഒരു അണ്ണയും, അത്രേ ഉള്ളൂ. അണ്ണാ ഒന്നും പറയാനില്ല. സഞ്ജു ചേട്ടൻ കത്തിച്ചിട്ടിട്ടുണ്ട്. ഇനി ഒന്നും പറയാനില്ല. നമ്മള് അത്രേ ഉള്ളൂ നമുക്ക് പറയാൻ. കത്തിച്ചിട്ടുണ്ട് സഞ്ജു ചേട്ടൻ, നമ്മുടെ ചേട്ടൻ. വേറെ എന്ത് പറയാൻ? നമ്മുടെ ഇവിടെ ഉള്ള ചേട്ടനല്ലേ, വിടിഞ്ഞത്ത് നടന്നില്ലേ. പിന്നെ നമ്മുടെ ചേട്ടനെ തന്നെ ഇനി എന്തെന്ന് പറയാൻ? മുട്ട് വിറയ്ക്കും. ചേട്ടന്റെ കമ്പാക്ക് തന്നെ ഇത് കേട്ടോ. വമ്പ കമ്പാക്ക് തന്നെ. ഇത് തുടക്കം മാത്രം തന്നെ. ഇനി എന്തിനൊക്കെ കാണാതിരിക്കണം നോക്കി. ചേട്ടനെ പറഞ്ഞ താല്പര്യങ്ങൾ എല്ലാവർക്കും നല്ല മറുപടി ചേട്ടൻ കൊടുത്തിട്ടുണ്ട്.